ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൻ്റെ 6 ട്രിക്സുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫയൽ മാനേജറിലും ഗാലറിയിലുമൊക്കെ ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും നമ്മളെ ഫോൺ വാങ്ങിയിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജും SD കാർഡും ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ക്രോമിൽ ചെന്നതിന് ശേഷം file.//sdcard/ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജും മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ SD കാർഡും ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫയൽസുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇനി മുതൽ ക്രോമിലും പാസ്വേഡ് ഇടാൻ മറക്കരുത്. രണ്ടാമത്തെ ട്രിക്ക്, വാട്സാപ്പിൽ ഓൺലൈൻ ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ എത്ര സമയം ഉണ്ടായിരുന്നെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇതറിയാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓൺലൈൻ ഉണ്ടായിരുന്നെന്ന് അറിയേണ്ട ആ ഒരാളുടെ നമ്പരും പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവർ ഓഫ്ലൈൻ പോകുമ്പോഴും ഓൺലൈൻ വരുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അതുകൂടാതെ എത്ര സമയം അവർ ഓൺലൈനിലുണ്ടായിരുന്നെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അറിയാൻ കഴിയും. പേരൻസിന് കുട്ടികൾ എത്ര സമയം ഓൺലൈനിൽ വാട്സാപ്പിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഗൈഡ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോട്ട് ചെന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, മെജോറിറ്റി ഫോണുകളിലും ഇൻബിൽഡായിട്ട് തന്നെ വരുന്ന ഒരു കീബോർഡാണ് ഗൂഗിളിൻ്റെ കീബോർഡ്. അപ്പോൾ ഇതിൽ നമുക്ക് വോയിസ് പറയുന്നത് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കീബോർഡിൻ്റെ സ്പേസ് ബട്ടൺ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം വോയിസ് അയക്കേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അതിനുശേഷം കീബോർഡിലെ മൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് വോയിസിൽ പറയുന്നത് ടെക്സ്റ്റായിട്ട് അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ കഴിയും. അടുത്തതായിട്ട് കീബോർഡിൽ തന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ് അൺലിമിറ്റഡ് ആയിട്ട് കോപ്പി ചെയ്ത് ക്ലിപ്പ് ബോർഡിൽ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കീബോർഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിപ്പ് ബോർഡ് ടേൺ ഓൺ ആക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസ്, ടെക്സ്റ്റ് ഫയൽസൊക്കെ ഒരുമിച്ച് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഫയൽസുകൾ ക്ലിപ്പ് ബോർഡിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഫയൽസുകൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അത് കോപ്പി ആയിക്കോളും. ആ ഫയൽസ് പിന്നീട് ആവശ്യമുള്ളവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ടെലഗ്രാമിലെ ഒരു ട്രിക്കാണ്. വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജസ് അതിൽ അയക്കാൻ കഴിയും. മെസ്സേജസ് ഷെഡ്യൂൾ ചെയ്ത് അയക്കാനായിട്ട് സെൻഡ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഷെഡ്യൂൾ മെസ്സേജ് എടുത്ത് അതിൽ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കറക്റ്റ് ടൈം ആകുമ്പം ആ മെസ്സേജ് അവർക്ക് സെൻഡ് ആവും. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഷോപ്പിംഗ് സൈറ്റുകളിൽ ഓഫർ വരുന്ന ടൈം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ട്രിക്കാണ് അടുത്തതായി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. TIPS&TRICKS.com എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിലോട്ട് വന്നതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഇതിലോട്ട് പേസ്റ്റ് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ആവുന്നതെന്നും ഡിക്രീസ് ആവുന്നതെന്നും ഒരു ഗ്രാഫ് വഴി നമുക്ക് അറിയാൻ കഴിയും. ഈ ഒരു വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ എത്ര പ്രൈസ് ഡിക്രീസ് ആകുമ്പോഴാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ ഒരു പ്രൈസ് വാല്യൂവും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഓളിലാക്കി വയ്ക്കാൻ മറക്കരുത്.